ഇപ്പോൾ തിരുമലക്കോവിൽ റോഡിലോട്ട് നമ്മൾ കയറി. നമ്മൾ ആ എൻട്രൻസിനെ കയറിയപ്പോൾ നമ്മളിവിടെ നല്ലൊരു കാഴ്ച കണ്ടു. അങ്ങനെയാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത്. ഭയങ്കരമായ പാറയാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ആ കാണുന്നത് ഇങ്ങനെ കിടക്കുക നീണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് ഒരു 1-2 കിലോമീറ്റർ കഴിയുമ്പോൾ അമ്പലത്തിൻ്റെ കവാടമായി. നമ്മൾ അവിടെ നിന്ന് കണ്ട പാറയുടെ അവസാനം എൻഡായി കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരെ അടിപൊളിയായിട്ട് നിൽക്കുകയല്ലേ പാറയല്ലേ, മുകളിലൊക്കെ അടിപൊളി. തിരുമലൈക്കോവിലിൻ്റെ തൊട്ട് മുന്നിലുള്ള കാഴ്ചയാണ്. ശ്രീ കണ്ടക ശാസ്തി മണ്ഡപമാണ് ഈ കാണുന്ന അമ്പലത്തിൻ്റെ പേര്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വേണം നമുക്ക് തിരുമലക്കോവിലോട്ട് പോകാൻ. അതിന് മുന്നേ ഉള്ള കാഴ്ചയാണ്. ഇവിടെ ചെറിയ വെള്ള പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ അകത്ത് വേറെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഒരു കോവിലുണ്ട്. നല്ല സ്പേസ് ഉണ്ട്, നല്ല ഏരിയയും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അമ്പലം കാണാം. അതോ ആ മലമുകളിൽ കാണാൻ തിരുമലക്കോവിൽ ക്ഷേത്രം, മലൈക്കോവിൽ. അപ്പോൾ നമ്മൾ തിരുമലക്കോവിലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. 620 പടിയാണ് ഈ തിരുമലക്കോവിൽ. സ്റ്റെപ്പ് വഴി നമ്മൾ പോവുകയാണ്. സ്റ്റെപ്പ് കയറാതെ നമുക്ക് വണ്ടി കൊണ്ട് മുകളിൽ പോകാം. അതിൻ്റെ ഫീസ് നമുക്കവിടെ അന്വേഷിക്കാം. പിന്നെ അമ്പലത്തിൽ തൊട്ടടുത്തായിട്ട് ഈ പൂവും മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകൾ, പലഹാര കടകളൊക്കെ ഉണ്ട്. പുഷ്പങ്ങൾ, ഹാരങ്ങൾ. ഈ 4 മണിക്കേ അമ്പലം തുറക്കത്തുള്ളൂ. ഇവിടെ ചെറിയ ചെറിയ ചിപ്സ്, ഉപ്പേരി, മിച്ചർ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കടകളാണ് ഇവിടെ ഉള്ളത്. ഈ കൊച്ചൊരു ബേക്കറി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പുഷ്പങ്ങൾ തന്നെ. നമുക്ക് പൂക്കട, നമ്മുടെ നാട്ടിൽ പൂക്കട എന്ന് പറയും. പൂക്കടയുണ്ട്. അമ്പലത്തിലേക്കുള്ള തേങ്ങ, എണ്ണ, പുഷ്പങ്ങളെല്ലാം ഇവിടെ കിട്ടും. അമ്പലത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഈ എൻട്രൻസ് വഴിയാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകുന്നത്. കയറുന്നിടത്ത് തന്നെ വലിയൊരു പിള്ളേർപ്പെട്ടിയ ഗണപതി ഭഗവാന്റെ ഒരു ഇതുണ്ട്. അത് തൊഴുതിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകാനുള്ളത്. പിന്നെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം പാറയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത്. ഈ 620 പടി. ഞാനൊരു 25 വർഷം മുന്നേ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ വണ്ടി കൊണ്ട് മുകളിലോട്ട് പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോയത്. ആ സ്റ്റെപ്പ് കയറിയപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായത് പാറയിൽ തന്നെയാണ് ഈ പടി കറക്റ്റ് കൊത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പിന്നെ കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ എൻട്രൻസ് ഫീസ് ചോദിക്കാം. ഇതാണ് നമ്മൾ കൗണ്ടർ എൻട്രൻസ് ഫീസ്. കാറ് മുകളിലോട്ട് കൊണ്ടുപോയി എவ்வளோ റേറ്റ്? 50 രൂപ. കാറിന് 50 രൂപ. വലിയ വണ്ടിക്ക് 60. മറ്റേ ഇതേപോലത്തെ വേൻ അല്ല, ആ വേൻ എவ்வளோ റേറ്റ്? 60. ഈ 4 മണിക്ക് അമ്പലം തുറക്കുമല്ലേ? 4:30 മണിക്ക് അമ്പലം തുറക്കും. അപ്പോൾ ഇവിടെ എൻട്രൻസിന് വേണം നമ്മൾ കാറിന് 50 രൂപ ഫീസ് അടച്ച് മുകളിലോട്ട് പോകാം. ബസ്സല്ലോടെ അല്ല, ബസ്സാണ്. പിന്നെ കാറ് ഓക്കെ. ബസ്സിന് അലോഡില്ല. ഓക്കെ. ഇതാ ഈ ഒരു എൻട്രൻസിൽ കൂടെ ഇതാ നമുക്ക് വണ്ടി പോണ എൻട്രൻസാണിത്. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഈ റോഡ് മാർഗം പോണത്. ഞാൻ മുമ്പ് 20-25 വർഷം മുന്നേ വന്നപ്പോഴത്തേക്ക് ഈ റോഡില്ലായിരുന്നു. ഇത് പിന്നെ ജയിലർ സർക്കാരാണ് ഈ റോഡ് ചെയ്തത്. അപ്പോൾ അന്നൊക്കെ ഞാൻ അന്ന് 2-3 ട്രിപ്പ് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് നടന്നാണ് അമ്പലത്തിൽ കയറുന്നത്. ഇന്നിപ്പം നമുക്ക് എന്തായാലും വണ്ടിയും കൊണ്ട് തന്നെ മുകളിലോട്ട് പോവാം. 50 രൂപ ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ മുകളിലോട്ട് പോവാം. അമ്പല പരിസരത്തുള്ള കുറച്ച് കൊച്ചു കടകൾ. അമ്പലത്തിൻ്റെ അടുത്തൊരു ജ്യേഷ്ഠൻ്റെ കടയിൽ നമ്മൾ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ അതിനെക്കുറിച്ച് നമ്മൾ വിവരിച്ച് തരുന്നത്. ജ്യേഷ്ഠ, ഇവിടെ എങ്ങനെയാണ് ഉത്സവം? അതിൻ്റെ സീസണായ ടൈമാണ് ഇപ്പോൾ. ഇനി അടുത്ത ഉത്സവം മകരമാസം ഉത്രട്ടാതി നക്ഷത്രത്തിന് ഉത്രട്ടാതി നക്ഷത്രത്തിക്ക് 1-ാം തിരുള. പിന്നെ പൂസത്തിന് 10 ദിവസം തിരുള. ഇപ്പൊ 2 ദിവസം മുന്നാടിയെ ഷഷ്ടി തീർന്ന് ആൾക്കാർ ഒരുപാട് ആൾക്കാർ. അത് ദിവാലി തന്നെ, അതായത് ദിവാലി തന്നെ 1-ാം തിരുള. ദിവാലി തന്നെ എല്ലാ വർഷവും ദിവാലി തന്നെ 1-ാം തിരുള തുടങ്ങിയിട്ട് 10 ദിവസം. അപ്പോൾ ജ്യേഷ്ഠൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻട്രൻസ് ഫീസ് കൊടുത്ത് നമ്മൾ പതുക്കെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ ഇനി മുകളിലോട്ട് വരാൻ തന്നെ തീരുമാനിച്ചു. നേരത്തേക്ക് ഞാനിവിടെ നടന്ന് കയറിയിട്ടുണ്ട്. ഈ വഴി എന്ന് പറയുന്നത് പാറ വെട്ടിയാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. കണ്ടോ, ആ പാറ
മാക്സിമം അത് ഡ്രില്ല് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കി. റോഡിന് നല്ല വീതിയും കാര്യങ്ങളും, മുകളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ പാറയാണ്, ഈ പാറ വെട്ടിയായി ഈ റോഡ് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ മുകളിലെത്തി. ഇതാണ് പാർക്കിംഗ് ഏരിയ, കാറിൻ്റെ പാർക്കിംഗ് ഏരിയയാണിത്. നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്, കംപ്ലീറ്റ് മലകളാണ്. താഴെ കൃഷി, മല കഴിഞ്ഞാൽ നമുക്ക് കൃഷിപ്പാടങ്ങൾ കാണാം. നല്ല ഗ്രാമത്തിൻ്റെ ഒരു വൈബാണ് ഇവിടെ നിന്ന് കാണുന്ന ഒരു ഗ്രാമക്കാഴ്ച. ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ മുകളിലാണുള്ളത്. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഒരുപാട് നിരവധി ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഈ രേവതിയുടെ 1-2 പാട്ട് സീനും കാര്യങ്ങളൊക്കെ പഴയ പടത്തിൻ്റെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല, ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതുവഴി ആ കാണുന്നതിന് ഫ്രണ്ട് എൻട്രൻസ്. നമുക്ക് ഇതുവഴി അമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അമ്പലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. മലയും കാര്യങ്ങളും കൃഷിയിടങ്ങളും കൃഷിപ്പാടങ്ങളും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് താഴെ അടിവാരത്ത് നിന്ന് മുകളിലോട്ട് വരുന്ന ബസ്സാണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇതിൻ്റെ അത് 30 രൂപ ഈടാക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ അരുൾമുഖൻ തിരുമലൈ കുമാരസ്വാമി ടെമ്പിൾ എന്നാണ് ബസ്സിൻ്റെ പേര്. അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ്സിൽ ഒരാൾക്ക് 30 രൂപ കൊടുത്താൽ മുകളിലോട്ട് വരാൻ 60 രൂപ കൊടുത്താൽ ഈ ബസ്സിൽ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. അമ്പലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അമ്പലത്തിനകത്തായിട്ടൊരു ക്ഷേത്രക്കുളമുണ്ട്. ക്ഷേത്രക്കുളത്തിൽ നമ്മളെ മയിലിൻ്റെ ശില്പങ്ങൾ കാണാം. ഇത് ഭയങ്കര ഐതിഹ്യമാണ്. ഇത് ഒരിക്കലും പറ്റത്തില്ല ഈ ഒരു എന്ന് പറയുന്ന ഈ ക്ഷേത്രക്കുളം. അതായത് എത്ര നമുക്ക് മഴയില്ലെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും നല്ല ചൂട് സമയത്തായിരുന്നാലും ഉഷ്ണകാലത്തായിരുന്നാലും ഇത് ഇങ്ങനെ തന്നെയാണ് ഈ അമ്പലക്കുളം. ക്ഷേത്രത്തിൽ ഈ ഭാഗത്തായിട്ട് തന്നെ സൗജന്യ ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കുളിമുറി മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ സൗജന്യം മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ സൗജന്യ കക്കൂസ്, കുളിമുറി, ഫ്രീ ടോയ്ലറ്റ്, ജെൻസ് ആൻഡ് ലേഡീസ്. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഉണ്ട്. ഈ വരുന്ന അടിവാരത്ത് നിന്ന് നമ്മൾ മല കയറി വരുമ്പോൾ മലയുടെ മുകളിലായിട്ട് തന്നെയാണ് ഈ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഒന്ന് നടക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതൊക്കെ മലകളാണ്. ഇവിടെ 2 ക്ഷേത്രമാണുള്ളത്. ആ ക്ഷേത്രത്തിൽ നമുക്കത് നോക്കാം. അവിടെ ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. ഉള്ളിൽ എന്നാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പൂജാരി വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുകയെന്ന് നമുക്ക് നോക്കാം. പുറത്ത്, അപ്പോൾ അതുവഴി അകത്തോട്ട് കയറി ഇതുവഴി പുറത്ത് വരണമെന്നാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ അകത്ത് വീഡിയോ, അതായത് ക്യാമറയ്ക്ക് അനുവാദമില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്ഷേത്ര ഗോപുരമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തെങ്കാശി മൊത്തം കാണാം. വിൻഡ് മിൽ, കാറ്റാടി മരങ്ങൾ കാണാം. താഴെയായിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാം. കൃഷിയിടങ്ങൾ നല്ല അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നേരത്തെ നമ്മൾ പോയ ഡാമാണ് ആ കാണുന്നത്. ഡാമിനകത്ത് വെള്ളമില്ല, ഡാമിൻ്റെ ആ സൈഡിന് വെള്ളമൊന്നുമില്ല. ഇത് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് നിറയെ കൃഷിയിടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങ് അകലെയായിട്ട് കാറ്റാടി മരങ്ങൾ കാണാം. തെങ്കാശി പട്ടണം, തെങ്കാശി ഫുള്ളായി നമുക്ക് കാണാം ഈ തിരുമലൈ കോവിലിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലായിട്ടാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിൽ. ഇതേപോലത്തെ സ്റ്റെപ്പ് അപ്പുറത്തുമുണ്ട്. ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗോപുരമാണ്. ഈ സ്റ്റെപ്പാണ് 2 ആനയുടെ കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല അഴകുണ്ട്. ഈ സ്റ്റെപ്പ് കയറി ആണ് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോകണം. ഇതേപോലെ സ്റ്റെപ്പ് അപ്പുറ സൈഡിനും ഉണ്ട്. ഇപ്പോഴും ഞാൻ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഫ്രണ്ടിൽ പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത പാറയാണ് ആ കാണുന്നത്. പുഷ്പ ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്.
അപ്പോൾ ആ പാട്ട് സീനിൽ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അമ്പലം കാണുന്നുണ്ട്. ആ കാണുന്ന പാറയിലാണ് പുഷ്പ ഫിലിം ഷൂട്ട് ചെയ്തത്. അവിടെ നേരത്തെ നമ്മൾ പോകുമായിരുന്നു, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പൂട്ടി, അവിടെ റോഡുണ്ട്. അപ്പോൾ അവിടെ ഗേറ്റൊക്കെ ആയി, ഇപ്പോൾ പൂട്ടി, ഇപ്പോൾ ആളിനെ ഒന്നും കടത്തി വിടാറില്ല. നേരത്തെ അവിടെ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. മൊത്തം കൃഷിയും കാര്യങ്ങളും നല്ലൊരു വൈബ് തന്നെയാണ്. അമ്പലത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെയാണ്. ആ കാഴ്ച കാണാനെന്ന് പറഞ്ഞാൽ അടിപൊളിയായി. തെങ്കാശി മൊത്തത്തിൽ കാണാം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. ഒരു മയിലിനെ, ആ പാറയിൽ തന്നെ ഒരു മയിലിനെ അത് കൊത്തി, അത് പാറയിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അത് ഇതല്ല, അത് പാറയിൽ തന്നെ അതെന്തോ ചെയ്തിരിക്കുക. ഗ്രാനൈറ്റ് അല്ല, കൊള്ളാം. അതെന്തോ ഒരു വിഷയം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്, കാണാൻ രസമുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് കറക്റ്റ്. അപ്പുറത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഇപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. ഈ സ്റ്റെപ്പ് വഴിയും അമ്പലത്തിൽ കയറാം, ആദ്യത്തെ വഴിയും വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കയറാം നമുക്ക്. ഇത് അമ്പലത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പുറത്ത് ഇതേപോലെ സ്റ്റെപ്പുണ്ട്. എന്തായാലും ആനപ്പുറത്ത് ആളായി. അടിപൊളി. അവിടെ ഇരുന്നോ. ഇവിടെ ആനപ്പുറത്ത് ആൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി നമുക്ക് അമ്പലത്തിനകത്ത് കയറാം. ഇതേപോലെ സ്റ്റെപ്പ് അപ്പുറത്തുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. പേരെന്നാ? പേര് സൊല്ലേ? പേര് സൊല്ലേ? വാണിശ്രീ. ഉങ്ക പേര്? ഉദയശ്രീ. തങ്കച്ചിയാ? അക്ക തങ്കച്ചി. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ രണ്ടുപേരും ആനപ്പുറത്തിരിക്കുകയാണ്. ഉദയശ്രീയും വാണിശ്രീയും, അക്ക തങ്കച്ചി. ഇത്രയാണ് നമുക്ക് തിരുമലക്കോവിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. അകത്ത് നമുക്ക് വീഡിയോ അലോഡല്ല. അപ്പോൾ അലോഡല്ലാത്തതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിട്ട് നമ്മൾ തിരിച്ചു വേണം. പിന്നെ എന്നുള്ള ഇത് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചയാണ്. ആ കാണുന്ന പാറയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പുഷ്പ ഫിലിമിൻ്റെ ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ആ ഡാൻസ് സീനിലും ഈ അമ്പലത്തിൻ്റെ ഫുള്ള് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിലും കുറച്ച് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പിനകത്തുമൊക്കെ പുഷ്പ ഫിലിം ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് താഴോട്ട് നോക്കിയാൽ അടിപൊളിയാണ്. വേറെ ഒന്നുമില്ല, മൊത്തം കൃഷിപ്പാടങ്ങളാണ്. പിന്നെ ദൂരെ കാണുന്നതെല്ലാം നമ്മൾ തെങ്കാശി ടൗൺ മൊത്തത്തിൽ കാണാം. ക്യാമറ കണ്ണിലൂടെ അല്ല ഇത് കാണുള്ളത്. വന്ന് ഈ കാഴ്ച കാണണം, അമ്പലം ഒന്ന് സന്ദർശിക്കണം. തിരുമലൈ കോവിൽ കൊല്ലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ചെങ്കോട്ട കഴിഞ്ഞ് തെങ്കാശി എത്തുന്ന മുമ്പ് ലെഫ്റ്റ് സൈഡിന് ബോർഡ് വെച്ചിട്ടുണ്ട് തിരുമലൈ കോവിൽ. അതല്ലെങ്കിൽ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും ബസ്സുണ്ട് തിരുമലൈ കോവിൽ. അടിവാരത്ത് വന്നാൽ അടിവാരത്തു നിന്ന് മുകളിലോട്ട് നടക്കാൻ കഴിയാത്ത പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ 30 രൂപ കൊടുത്താൽ മതി. രണ്ട് സൈഡും നമുക്ക് യാത്രയാണെങ്കിൽ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ തുടങ്ങിയ ശേഷം അതേ വണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ച് താഴെ അടിവാരത്തോട്ട് പോകാം. അപ്പം മുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ 2 എൻട്രൻസാണ്. ആദ്യം അവിടെ നിന്ന് വന്ന് എൻട്രൻസ് ഉണ്ട്. ഇതുവഴി നമുക്ക് മുകളിലോട്ട് കയറി വരാം. ഇത് അവിടെ വന്ന് മുക്കാൽ ഭാഗം എത്തുമ്പോഴത്തേക്ക് 2ആയിട്ട് തിരിയും. അതിൽ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ ആവശ്യത്തിനുള്ള ജലസംഭരണിയാണ് ഇതിൽ. ആ ജലസംഭരണിക്കുള്ള ടാങ്കാണ്. ഇത് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കൗണ്ടറാണ്. ക്ഷേത്രത്തിലെ പ്രസാദങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇവിടെ ലഡു, പൊരി, പിന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. തേങ്ങ, പിന്നെ അമ്പലത്തിലേക്കുള്ള ഇതുണ്ട്, അരവണയുണ്ട് ഇവിടെ. അരവണ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചാമൃതം ഉണ്ട്. പാൽഗോവ. എത്ര? 100 രൂപ? 40 രൂപ. പാൽഗോവ 40 രൂപ. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. കൊച്ചുങ്ങൾക്കുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും, പിന്നെ വെള്ളം, മറ്റുള്ള ഐറ്റംസ്, ബോള്, ഇങ്ങനെയുള്ള. ഇത് എന്ത് ലഡുവാണ് ഈ ഇരിക്കുന്നത്? ഇത് എவ்வளோ റേറ്റ്? 20. അപ്പോൾ ശർക്കര ലഡുവാണ്. എന്തായാലും ലഡു കഴിക്കുക. ഒരു ലഡുതാ, ശർക്കര ലഡുവാണിത്. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഈ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലഡുവാണിത്. ഇത് ശർക്കര ലഡു നമുക്ക് കേരളത്തിൽ കിട്ടുമെന്നറിയാം. എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു ലഡു. ഓക്കെ, കടയുടെ ഓണറാണ്. ആ ലഡു ഒന്ന് 2 ആക്കണ്ണ.
രണ്ടല്ല, ഒരു ലഡു ഒന്ന് പീസാക്കെ. ഓക്കെ. ഇപ്പോൾ ശർക്കര ലഡു വാങ്ങിച്ച് ശർക്കര ലഡു ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യമായിട്ടായി ശർക്കര ലഡു കഴിക്കുക. സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മറ്റേ ലഡു നമ്മൾ കഴിക്കുന്നതല്ല. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അമ്പലത്തിലെ പ്രസാദമല്ലേ ഈ പ്രസാദമാണോ? അമ്പലത്തിലെ പ്രസാദം. അപ്പം നേരത്തെ ഒരു എൻട്രൻസ് ഞാൻ കാണിച്ചായിരുന്നു. ആ എൻട്രൻസിൻ്റെ പുറത്ത് ഈ ഒരു എൻട്രൻസും ഉണ്ട്. ഇത് അവിടെ വന്നിട്ട് രണ്ടായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇതുവഴി അമ്പലത്തിനകത്തോട്ട് കയറി വരാം. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു എൻട്രൻസ് വഴി അമ്പലത്തിലോട്ട് കയറി വരാം. മനസ്സിലായി? സ്റ്റെപ്പെന്ന് ഞാൻ പറഞ്ഞു, ഇതാണ് സ്റ്റെപ്പ്. ഇത്ര ചെറിയ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പെല്ലാം പാറയിൽ കൊത്തിയ സ്റ്റെപ്പാണ്. അത് ഈ 620 പടി ഇതേപോലെ പാറയിലാണ്. പിന്നെ പാറ പൊടിഞ്ഞു പോയിട്ട് മാത്രമേ ഉള്ള സിമെൻ്റ് ഇട്ട് അവർ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാലപ്പഴക്കം ഉള്ളതാണല്ലോ അമ്പലത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ കാണുന്നതാണ് അടിവാരം. അവിടെ നിന്നാണ് നമ്മളിഞ്ഞ് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ വന്നതെന്ന് പറയുന്ന റോഡ് മാർഗം മുകളിലോട്ട് വണ്ടി വരാം. അതുവഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതാണ്.